ഗുഡ് ആഫ്റ്റർനൂൺ കുട്ടികളെ. ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് പൈനസിൻ്റെ അനാറ്റമി നോക്കാം. അതിനോടൊപ്പം തന്നെ റൂട്ടിൻ്റെയും സ്റ്റെമ്മിൻ്റെയും ജസ്റ്റ് ഒരു ബ്രീഫ് അക്കൗണ്ടും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. അപ്പം പൈനസിൻ്റെ മോർഫോളജി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ലീവ്സിൻ്റെ കാര്യം പറഞ്ഞു. 2 types ഓഫ് ലീവ്സ് ഉണ്ടെന്ന് പറഞ്ഞു. സ്കെയിൽ ലീവ്സും ഫോളിയാർ ലീവ്സും. ഫോളിയാർ ലീവ്സ് ആണല്ലോ നമ്മൾ നീഡിൽ എന്ന് പറയുന്നത്, പൈനസ് നീഡിൽ. ആ നീഡിലിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞുമായിരുന്നു, അവർ സ്പെറായിട്ടാണ്, ഫോളിയാർ സ്പെറായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. ആൻഡ് ഓരോ സ്പെറിലും നമ്പർ ഓഫ് നീഡിൽസ് വേരീസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്പീഷീസ് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ മറ്റൊരു കാര്യമാണ്, ഈ ഓരോ നീഡിലിൻ്റെയും ഔട്ട്ലൈൻ നമ്മൾ സെക്ഷൻ എടുക്കുമ്പം കാണുന്ന ഒരു ഔട്ട്ലൈൻ ഉണ്ടല്ലോ, ആ ഒരു ഷേപ്പ്, ആ ഔട്ട്ലൈൻ അതും ഡിപ്പെൻഡിങ് അപ്പോൺ ദ നമ്പർ ഓഫ് ലീവ്സ് ആൻഡ് ദ സ്പീഷീസ് ഈ ഔട്ട്ലൈൻ വേരി ചെയ്യും. എക്സാമ്പിൾ, ചില സ്പീഷീസിൽ ഔട്ട്ലൈൻ എന്ന് പറയുന്നത് സർക്കുലർ ആയിരിക്കും, ചിലതിൽ സെമി സർക്കുലർ ആയിരിക്കും, ആൻഡ് ചിലതിൽ ട്രയാങ്കുലർ ഔട്ട്ലൈൻ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ ഔട്ട്ലൈൻ വേരി ചെയ്യും. ഇവിടെ ഇപ്പോൾ ഈ കാണുന്ന ഫിഗറിനകത്തിൽ നിങ്ങൾക്കൊരു ട്രയാങ്കുലർ ഔട്ട്ലൈൻ ആയിട്ടാണ് ഇവിടെ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് ഔട്ട്ലൈൻ വേരി ചെയ്യുന്നു എന്നല്ലാതെ നമുക്ക് അതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ അല്ലെങ്കിൽ അനാറ്റമിയിൽ വേരിയേഷൻസ് ഒന്നുമില്ല. അപ്പം ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് എല്ലാവരുടെയും പോലെ തന്നെ ഇവിടെയും എപ്പിഡെർമിസ് ആണ്. സിംഗിൾ ലെയേർഡ് എപ്പിഡെർമിസ് ഉണ്ട്. ഇടവിട്ടുള്ള സ്പേസസിലെല്ലാം ഡീപ്ലി സങ്കണായിട്ടുള്ള സ്റ്റൊമേറ്റൽ റീജിയൻ കാണാം. ഡീപ്ലി സങ്കൺ ഹാപ്ലോകീലിക് സ്റ്റൊമേറ്റയാണ് ഇവിടെ ഉള്ളത്. ഓരോ സ്റ്റോമയ്ക്കും സറൗണ്ട് ചെയ്ത് 2 ഗാർഡ് സെൽസ് കാണും. അതിന് ചുറ്റിനും സബ്സിഡറി സെൽസ് കാണും. ഒരു സബ് സ്റ്റൊമേറ്റൽ ക്യാവിറ്റിയും കാണും. ഒരു ക്യാവിറ്റി പോലെ നമുക്കിവിടെ കാണാമല്ലോ, അതാണ് സബ് സ്റ്റൊമേറ്റൽ ക്യാവിറ്റി. അപ്പം സങ്കൺ സ്റ്റൊമേറ്റയാണ്. സങ്കൺ സ്റ്റൊമേറ്റ എന്തിനു വേണ്ടിയിട്ടാണ്? ഡയറക്റ്റ് സർഫസിലാണെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുമ്പോൾ ട്രാൻസ്പിറേഷൻ വഴി വാട്ടർ ലോസ് കൂടുതലായിരിക്കും. സങ്കൺ ആണെങ്കിലോ ഇവിടെ ഒളിച്ചിരിക്കുകയാണ്. എപ്പിഡെർമിസിൻ്റെ താഴെയായിട്ട് ഇവരിങ്ങനെ ഒരു ക്യാവിറ്റി ഫോം ചെയ്ത ക്യാവിറ്റിക്കുള്ളിൽ ഒളിച്ചിരിക്കുമ്പോൾ അതിലേക്ക് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്നത് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുവഴി നമുക്ക് വാട്ടർ ലോസ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ദാറ്റ് ഈസ് എ സീറോഫിറ്റിക് അഡാപ്റ്റേഷൻ. ഓക്കെ, അനാറ്റമി പോർഷനിൽ പൈനസിൻ്റെ അനാറ്റമിയിൽ പൈനസ് നീഡിലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും എപ്പോഴും ചോദിക്കുന്നതുമായിട്ടുള്ളത്. ബാക്കി സ്റ്റെമ്മും റൂട്ടും ഒന്നും അങ്ങനെ ചോദിക്കാറില്ലാത്തതാണ്. പ്രാക്ടിക്കലും നമുക്ക് ചെയ്യാനില്ല. പൈനസ് നീഡിൽ മാത്രമേ നമുക്ക് പ്രാക്ടിക്കലും ചെയ്യാനുള്ളൂ. അപ്പോൾ അത് കാരണം അതിന് നമ്മൾ പ്രൈം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. മറ്റേത് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് മെൻഷൻ ചെയ്ത് പോകാം, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പം അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിച്ച് കാണാറുള്ളത് സീറോഫിറ്റിക് അഡാപ്റ്റേഷൻസ് ഓഫ് പൈനസ് നീഡിൽ എന്ന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് കാണാറുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോൾ ഒരു പോയിന്റ് നമ്മളിപ്പോൾ തന്നെ മെൻഷൻ ചെയ്തു, സങ്കൺ ഹാപ്ലോകീലിക് സ്റ്റൊമേറ്റ എന്നുള്ളതൊരു സീറോഫിറ്റിക് അഡാപ്റ്റേഷനാണ്. ഓക്കെ, നെക്സ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഹൈപ്പോഡെർമിസ്. എപ്പിഡെർമിസിന് തൊട്ട് താഴെയായിട്ടുള്ള ലെയർ ഹൈപ്പോഡെർമിസ്. ഇവിടെ ഈ ഒരു കൗഡങ് ഷെയ്ഡിൽ കാണുന്ന ആ റീജിയൻ. അപ്പോൾ ഹൈപ്പോഡെർമിസ് 2-3 ലെയറുള്ള സ്ക്ലീറൻകൈമാറ്റസ് സെൽസ് കൊണ്ട് കംപ്രൈസ് ചെയ്തേക്കുന്ന ഒരു ലെയറാണ്. അവിടെ നമുക്ക് ഈ സ്റ്റൊമേറ്റൽ ക്യാവിറ്റി ഇടയ്ക്ക് ഇൻട്രപ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം, അല്ലേ? ഈ കാണുന്നതാണല്ലോ ഹൈപ്പോഡെർമൽ, ഈ കൗഡൻ കളറിൽ. അപ്പോൾ അതിനെ ഇൻട്രപ്റ്റ് ചെയ്ത് അതിനെ ട്രാവേഴ്സ് ചെയ്തിട്ടാണ് നമ്മുടെ സ്റ്റൊമേറ്റൽ ക്യാവിറ്റീസ് കാണപ്പെടുന്നത്. അപ്പോൾ അതൊരു കണ്ടിന്യൂസ് അല്ല, ഇടയ്ക്കിടയ്ക്ക് ഈ ക്യാവിറ്റീസ് അതിനെ ഇൻട്രപ്റ്റ് ചെയ്യുന്നുണ്ട്. തേർഡ് റീജിയൻ ആണ് മീസോഫിൽ. മീസോഫിൽ എന്ന് പറയുമ്പോൾ ഹൈപ്പോഡെർമിസിനും എൻഡോഡെർമിസിനും ഇടയിൽ കാണപ്പെടുന്ന റീജിയൻ. അവിടെ നല്ല കോമ്പാക്ട്ലി പാക്ഡ് ആയിട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോമ്പാക്ട്ലി പാക്ഡ് ആയിട്ടുള്ള പാരൻകൈമ സെൽസ് ആണ്. ഗ്രീൻ കളറിൽ കാണാം. അതുകൊണ്ട് തന്നെ ക്ലോറോപ്ലാസ്റ്റ് റിച്ച് ആയിട്ടുള്ള സെൽസാണ്. ഫോട്ടോസിന്തസിസ് പെർഫോം ചെയ്യുന്ന സെൽസാണ്. ഇവിടെ നമ്മൾ മറ്റ് ആൻജിയോസ്പേമിൻ്റെ കേസിൽ പഠിച്ചിരുന്ന പോലെ പാലിസൈഡ് ലെയർ എന്നോ സ്പോഞ്ചി ലെയർ എന്നോ ഡിഫറൻസിയേഷൻ ഇല്ല. എല്ലാം ഒരേപോലെ ഹോമോജീനസ് ആണ്. പിന്നെ ഒരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഫിഗറിനകത്തിൽ നിങ്ങൾക്ക് നോക്കാം, ഈ കാണുന്ന ഫ്ലവർ പോലെ നിങ്ങൾ കാണുന്ന സെൽസ് ഉണ്ടല്ലോ, അതാണ് മീസോഫിൽ സെൽസ്. അപ്പോൾ അത് സ്ട്രക്ചറിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടല്ലേ. ഔട്ട്ലൈനിൽ ഒരു പൂ പോലൊക്കെ തോന്നുന്ന പോലെയാണ് ഓരോ സെല്ലും ഇരിക്കുന്നത്. അതെന്താണ്? ഓരോ
മീസോഫിൽ സെല്ലിൻ്റെയും ഇന്നർ വാൾസിൽ പെഗ് ലൈക്ക് സ്ട്രക്ചേഴ്സ് കാണാം. അകത്തേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇൻഫോൾഡിങ്സ് ഉണ്ട്, പെഗ് ലൈക്ക് ഇൻഫോൾഡിങ്സ് ഉണ്ട്. അതിനെ നമുക്ക് ആംസ് എന്നോ ഫോൾഡ്സ് എന്നോ ഒക്കെ പറയാം. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ, ഒന്നാമതേ പൈനസിൻ്റെ നീഡിൽ ഒരു നീഡിൽ ഷേപ്പിലാണ്, ഒരു നീഡിൽ പോലെ, ഒരു നാര് പോലെ ഉള്ളൂ. സാധാരണ ലീഫ് പോലെ ഒരു പ്ലെയിനാർ സ്ട്രക്ചർ അല്ല. പ്ലെയിനാർ സ്ട്രക്ചർ ആകുമ്പം അത്രയും സർഫസ് ഏരിയ കൂടുതലായിരിക്കും, അപ്പോൾ അത്രയും കൂടുതൽ സൺലൈറ്റ് അവർക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അത്രയും കൂടുതൽ ഫോട്ടോസിന്തസിസും പെർഫോം ചെയ്യാൻ പറ്റും. ഇവിടെ സീറോഫിറ്റിക് അഡാപ്റ്റേഷൻ്റെ ഭാഗമായിട്ട് വാട്ടർ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവർ നീഡിൽ പോലത്തെ ലീവ്സ് ഉണ്ടാക്കി വെച്ചേക്കാണ്. ആ നീഡിൽ പോലത്തെ ലീവ്സിൽ സർഫസ് ഏരിയ കുറവാണല്ലോ. അപ്പം ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ സർഫസ് ഏരിയ ആൻഡ് ദെയർബൈ ഇൻക്രീസ് ദ അബ്സോർപ്ഷൻ ഓഫ് സൺലൈറ്റ്, അവരുടെ ഒരു മെക്കാനിസമാണ് ഈ മീസോഫിൽ സെൽസിൽ ഇതുപോലെ ഇൻഫോൾഡിങ്സ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഓരോ മീസോഫിൽ സെല്ലിൻ്റെയും സർഫസ് ഏരിയ അതുവഴി ഇൻക്രീസ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഓക്കെ, അപ്പോൾ അതുവഴി ഫോട്ടോസിന്തസിസും റെസ്പിറേഷനും ഒക്കെ നടക്കാനുള്ള ഏരിയ കൂട്ടിയെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ അതൊരു പെക്യൂലിയാരിറ്റിയാണ് പൈനസിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അപ്പം അതിന് ശേഷം പിന്നെ വന്നിട്ട് റെസിൻ കനാൽസ് കാണാം. നമ്മുടെ മീസോഫിൽ ഇതും 2 റെസിൻ കനാൽസ് കാണാം മീസോഫിൽ ഏരിയയിൽ. സെക്രീറ്ററി എപ്പിത്തീലിയൽ സെൽസ് ഉള്ള സ്ക്ലീറൻ കൈമ ഷീത്തും ഒക്കെയുള്ള ഒന്നല്ല 2 റെസിൻ കനാൽസും പ്രസൻ്റ് ആയിരിക്കും ഇൻ ദ മീസോഫിൽ. ദെൻ കംസ് ദ എൻഡോഡേർമിസ്. എൻഡോഡേർമിസ് എല്ലാവരുടെയും കേസിൽ പറയുന്ന പോലെ ബാരൽ ഷേപ്ഡ് സെൽസ് ആണ്, കാസ്പേരിയൻ തിക്കനിങ് ഉണ്ട്, റെക്റ്റാങ്കുലർ സെൽസ് ആണ്, കോമ്പാക്ട്ലി അറേഞ്ച്ഡ് സെൽസ് ആണ്. അതൊക്കെ തന്നെയാണ് ഇവിടെയും. അതിൻ്റെ ഉള്ളിൽ വരുന്നത് പെരിസൈക്കിൾ, മൾട്ടി ലെയേർഡായിട്ടുള്ളൊരു പെരിസൈക്കിൾ നമുക്ക് കാണാം. 3 ടൈപ്സ് ഓഫ് സെൽസ് ആണ് നമുക്ക് പെരിസൈക്കിളിനകത്തിലുള്ളത്. ഏതൊക്കെയാണ്? ഒന്നാമത്തേത് പാരൻ കൈമാറ്റസ് സെൽസ്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സെൽസ് എന്ന് പറയുന്നത് ആൽബുമിനസ് സെൽസ്. ആൻഡ് തേർഡ് ടൈപ്പ് ഈസ് ട്രക്കീഡൽ സെൽസ്. പാരൻ കൈമാറ്റസ് സെൽസ് എന്ന് പറഞ്ഞാൽ സ്റ്റാർച്ച് ഗ്രെയിൻസ് നിറയെയുള്ള സെൽസാണ് പാരൻ കൈമാറ്റസ് സെൽസ്. രണ്ടാമത്തെ ആൽബുമിനസ് സെൽസോ, അവരെന്ന് പറയുന്നത് ഫ്ലോയം സെൽസിനോട് ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ ഫ്ലോയം സെൽസിനോട് തൊട്ട് അതിൻ്റെ ചുറ്റിനും കാണപ്പെടുന്ന സെൽസാണ് ആൽബുമിനസ് സെൽസ്. തേർഡ് ടൈപ്പ് എന്ന് പറയുന്നത് ട്രക്കീഡൽ സെൽസ് ആണ്. ട്രക്കീഡൽ സെൽസ് എന്ന് പറയുമ്പം സൈലത്തിൻ്റെ ക്ലോസ് കോൺടാക്റ്റിൽ വരുന്ന സെൽസാണ് ട്രക്കീഡൽ സെൽസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ 3 ടൈപ്പ് ഓഫ് സെൽസാണ് പെരിസൈക്കിൾ റീജിയനിലുള്ളത്. ഏതൊക്കെയാണ്? പാരൻകൈമാറ്റസ് സെൽ, ആൽബുമിനസ് സെൽസ് ആൻഡ് ട്രക്കീഡൽ സെൽ. ഇങ്ങനെ 3 ടൈപ്പ് സെൽസ് ചേരുന്നതാണ് പെരിസൈക്കിൾ. ദെൻ കംസ് ദ വാസ്കുലാർ സിലിണ്ടർ. വാസ്കുലാർ സിലിണ്ടർ അതാണല്ലോ സെൻട്രൽ പാർട്ട് എന്ന് പറയുന്നത്. ഓരോ വാസ്കുലാർ ബണ്ടിൽസും ഇപ്പം നമ്പർ ഓഫ് വാസ്കുലാർ ബണ്ടിൽസ് ഓരോ സ്പീഷീസിനനുസരിച്ച് മാറും. നമ്മുടെ മോണോഫില്ല എന്ന് പറയുന്ന ഒരു പൈനസ് സ്പീഷീസ് ഉണ്ട്, അതിൽ ഒരൊറ്റ വാസ്കുലാർ ബണ്ടിലേ ഉള്ളൂ. ലൈക്ക്വൈസ് റോക്സ്ബർഗി എന്ന മറ്റൊരു പൈനസ് സ്പീഷീസ്, അതിൽ 2 വാസ്കുലാർ ബണ്ടിൽസ് ഉണ്ട്. എന്നിരുന്നാലും ഏതാണെങ്കിലും എത്ര നമ്പർ ഉണ്ടെങ്കിലും ഏത് സ്പീഷീസ് ആണെങ്കിലും വാസ്കുലാർ ബണ്ടിൽസ് എല്ലാം തന്നെയും കൺജോയിൻറ്റ്, കൊളാട്രൽ ആൻഡ് ഓപ്പൺ ടൈപ്പ് ആയിരിക്കും. അതായത് കേമ്പിയം ഉണ്ടെന്ന്. ആൻഡ് എൻഡാർക്ക് കണ്ടീഷൻ ആയിരിക്കും. പിന്നെ ഫ്ലോയോം സൈലോം കാണപ്പെടുന്നത് അബാക്സിയൽ ഫ്ലോയവും എഡാക്സിയൽ സൈലവും ആയിരിക്കും. ഓക്കെ, അബാക്സിയൽ ഫ്ലോയം ആൻഡ് എഡാക്സിയൽ സൈലം. അബാക്സിയൽ എന്ന് പറഞ്ഞാൽ ലോവർ സർഫസിൽ അല്ലെങ്കിൽ ലോവർ റീജിയനും അപ്പർ റീജിയനുമാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സീറോഫിറ്റിക് അഡാപ്റ്റേഷൻസ്, ഇത്രയേ ഉള്ളൂ അനാട്ടമി. അതിൽ ഇനി സീറോഫിറ്റിക് അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ബ്രീഫ് ചെയ്യാം. നാരോ തിൻ ലൈക്ക് നീഡിൽ ലൈക്ക് ലീവ്സ് ആണ്, അതൊരു അഡാപ്റ്റേഷനാണ്. ക്യൂട്ടിക്കിൾ, നല്ല തിക്ക് ലെയർ ഓഫ് ക്യൂട്ടിക്കിൾ ഉണ്ട് എപ്പിഡേർമിസിൽ, അപ്പം അതൊരു അഡാപ്റ്റേഷൻ. സങ്കൺ സ്റ്റൊമേറ്റയാണ് എന്നുള്ളത് തേർഡ് പോയിൻറ്റ്. ഹൈപ്പോഡെർമിസ് സ്ക്ലീറൻ കൈമാറ്റസ് ആണ്, അതൊരു മറ്റൊരു അഡാപ്റ്റേഷൻ. പിന്നെ മീസോഫിൽ
സെൽസിലുള്ള ആ പെഗ് ലൈക്ക് സ്ട്രക്ചേഴ്സ്, ഇൻഫോൾഡിങ്സ്, അതും ഒരു അഡാപ്റ്റേഷനാണ്. വാസ്കുലാർ ബണ്ടിൽസിന് ചുറ്റിനുമുള്ള സ്ക്ലീറൻകൈമാറ്റസ് ഷീത്ത് ഈസ് അനദർ സീറോഫിറ്റിക് അഡാപ്റ്റേഷൻസ്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് നിങ്ങൾ ഓർത്തിരിക്കണം. സെപ്പറേറ്റ് ആയിട്ട് സീറോഫിറ്റിക് അഡാപ്റ്റേഷൻ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇത് എഴുതണം. ഓക്കെ, അപ്പം ഇത് ഇത്രയാണ് നമ്മളുടെ പൈനസ് നീഡിലിൻ്റെ അനാറ്റമിയിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. ഇതാണ് ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത്. ബാക്കിയൊന്നും അങ്ങനെ ചോദിക്കാറില്ല. പിന്നെ റൂട്ടിൻ്റെ അനാറ്റമി പറയുവാണെങ്കിൽ, റൂട്ട് നമ്മൾ നോർമലി പഠിച്ചിട്ടുള്ളത് പോലെ തന്നെ ടിപ്പിക്കൽ ഡൈക്കോട്ട് റൂട്ടിൻ്റെ അതേ സ്ട്രക്ചറൊക്കെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. പിലിഫറസ് നമ്മുടെ എപ്പിഡെർമിസ്, പിലിഫറസ് എപ്പിബ്ലമ എന്നും പറയും. ഇതൊക്കെ നമ്മൾ നേരത്തെ അനാറ്റമിയിൽ പഠിച്ചതാണ്. പിന്നെ കോർട്ടിക്കൽ റീജിയൻ ഉണ്ട്, എൻഡോഡെർമസ് ഉണ്ട്, വാസ്കുലാർ ടിഷ്യൂസ് ഉണ്ട്. പിന്നെ 2 or 6 ഗ്രൂപ്പായിട്ടാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. വെസൽസ്, ട്രൂ വെസൽസ് ലാക്കിംഗ് ആയിരിക്കും. കമ്പാനിയൻ സെൽസ് അത് ലാക്കിംഗ് ആയിരിക്കും. റെസിൻ കനാൽസ് ഇടവിട്ട് കാണാം. പിന്നെ ഇവിടെ നമുക്ക് സൈലം നമുക്ക് നോക്കുവാണെങ്കിൽ അതൊരു വൈ ഷേപ്ഡ് സൈലം ആയിരിക്കും എന്നുള്ളതാണ് ഒരു പെക്യൂലിയർ പോയിൻ്റ് എന്ന് പറയുന്നത്. അതായത് ഡയാർക്ക് അല്ലെങ്കിൽ ടെട്രാർക്ക് ആയിരിക്കും. ഓക്കെ, ആൻഡ് ഈ വൈ ഷേപ്പ് പ്രോട്ടോസൈലം ഒരു ഫോർക്ക് പോലെ അല്ലെങ്കിൽ ഒരു വൈ ഷേപ്പിലായിരിക്കും കാണപ്പെടുന്നത്. ഓരോ പ്രോട്ടോസൈലത്തിൻ്റെയും അല്ലെങ്കിൽ ഈ 2 വൈയുടെ 2 ആംസിൻ്റെയും ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ആയിട്ടായിരിക്കും റെസിൻ ഡക്സ് കാണപ്പെടുന്നത്. ഓരോ റെസിൻ ഡക്ക് ഇത് കണ്ടോ, ഇവിടെ ഒരു വൈ ഷേപ്പ് അല്ലെങ്കിൽ ഒരു 2 ആം പോലെ നിങ്ങൾക്ക് കാണാം. അതിൻ്റെ സെൻറ്ററിൽ ആ ഗ്രൂവിൽ ആ കുഴിയിലാണല്ലോ റെസിൻ ഡക്ക് കനാലിരിക്കുന്നത്. അതാണ് മറ്റൊരു പ്രത്യേകത. അത്രയേ ഉള്ളൂ റൂട്ടിൻ്റെ കാര്യം. പിന്നെ യങ് സ്റ്റെമ്മിൻ്റെ കാര്യം പറയുവാണെങ്കിലും അതും ഇറ്റ് ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് എ ഡൈക്കോട്ട് സ്റ്റെം. നമ്മൾ ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ അനാട്ടമി പഠിച്ച പോലെ തന്നെ എപ്പിഡെർമിസ്, ക്യൂട്ടിക്കുലാർ ലെയർ, എപ്പിഡെർമിസിൽ കോർട്ടെക്സ് ഉണ്ട്. കോർട്ടെക്സ് ഔട്ടറും ഇന്നറും ഉണ്ട്. ഔട്ടർ സ്ക്ലീറൻകൈമാറ്റസ്, ഇന്നർ പാരൻകൈമാറ്റസ്. പിന്നെ എൻഡോഡെർമൽ ലെയർ ഉണ്ട്, പെരിസൈക്കിളുണ്ട്, വാസ്കുലാർ ടിഷ്യൂസ് ഉണ്ട്. വാസ്കുലർ ടിഷ്യൂസിൻ്റെ നമ്പർ 5 മുതൽ 9 വരെ വേരി ചെയ്യാം. ബണ്ടിൽസിൻ്റെ നമ്പർ. കൺജോയിൻറ്റ്, കൊളാട്രൽ, ഓപ്പൺ ആൻഡ് എൻഡാർക്ക് ആണ് കണ്ടീഷൻ. പിന്നെ പാരൻകൈമാറ്റസ്, പിത്ത് ഇൻ ദ സെൻറ്റർ, അത്രയും കാണും. ആൻഡ് സെക്കൻഡറി ഗ്രോത്ത് എക്സാക്ട് ലൈക്ക് ദാറ്റ് ഓഫ് എ ഡൈക്കോട്ട്. നമ്മൾ നോർമൽ സെക്കൻഡറി ഗ്രോത്ത് പഠിച്ചിട്ടുണ്ടല്ലോ, അതേപോലെ തന്നെ ഇൻ്റർഫെസിക്കുലാർ കേമ്പിയം, ഇൻട്രാഫെസിക്കുലാർ കേമ്പിയം അങ്ങനെയൊക്കെ പഠിച്ചല്ലോ. കേമ്പിയൽ റിംഗ് ഫോം ചെയ്യുന്നു ആൻഡ് സൈലം ഫോം ചെയ്യുന്നു ടുവേർഡ്സ് ദ ഇന്നർ സൈഡ് ആൻഡ് ഫ്ലോയം ടുവേർഡ്സ് ദ ഔട്ടർ സൈഡ്. സെയിം ലൈക്ക് ദാറ്റ് ഓഫ് that we have already studied of this. So I don't need to repeat it again here. Please go through the earlier textbooks or just refer your textbook, you will be clear about this. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പൈനസിൻ്റെ അനാട്ടമി സംബന്ധിച്ച് വരുന്ന അത് കൺസേൺ ചെയ്ത് വരുന്ന പോർഷൻസ്. ബാക്കി ഇനി റീപ്രൊഡക്ഷനാണ്, പൈനസിൻ്റെ റീപ്രൊഡക്ഷൻ. ഓക്കെ, and that we'll discuss in our next video. Thank you.